വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഇന്ന് നമ്മളുടെ കയ്യിൽ ബൈക്കല്ല, നമ്മുടെ ഡോമല്ല, പകരം നമ്മുടെ സ്വന്തം സെൽട്ടോസ് ആണ്. ഇത് കിയ സെൽട്ടോസ് 2021 മോഡലാണ്. ടോപ്പ് ഓഫ് ദി ലൈൻ, അന്നേരം ടോപ്പ് ഓഫ് ദി ലൈൻ ആയിരുന്നു ഇത് GTX+. പിന്നെ ഇതിന് ശേഷമാണ് വേറൊരു വേരിയൻറ്റ് വന്ന് എക്സ്ലൈ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ വണ്ടി നമ്മൾ എടുത്തിട്ട് 3.5 വർഷമായി. ഇപ്പോൾ ഈ സെപ്റ്റംബർ ആകുമ്പോഴേക്കും 4 വർഷമാവും. പക്ഷേ ഈ സെപ്റ്റംബർ വരെ പോകുന്നില്ല, നമ്മൾ ഈ വണ്ടി കൊടുക്കാൻ പോവാണ്. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയം കൊണ്ട് ഈ വണ്ടി പുതിയ ഓണറിൻ്റെ ഇരിക്കുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ ഒരു ഓണർഷിപ്പ് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ആദ്യം നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് കാറിൻ്റെ കീ. ആക്ച്വലി കീ കവർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ മെയിനായി പറയാൻ പോകുന്നത് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഈ കാറായിട്ടുള്ള ഓണർഷിപ്പിലുള്ള പ്രോസ് ആൻഡ് കോൺസ് ആണ്. ബൈ ദ വേ, ഇത് 1.4 ലിറ്റർ ടർബോ പെട്രോൾ മാനുവലാണ്. നമ്മൾ ഓട്ടോമാറ്റിക് DCT അല്ല, ഇത് മാനുവൽ ഗിയർ ഓപ്ഷൻ്റെ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് പ്രോസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഓബ്വിയസ്ലി എടുത്ത് പറയേണ്ടത് തന്നെ ഇതിൻ്റെ പെർഫോമൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ പറയുന്ന 1.4 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. പെട്രോൾ മാനുവൽ ഗിയർ റോഡാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇപ്പം ഈ ഒരു വണ്ടി ടോട്ടൽ ഇതുവരെ 42,600 കിലോമീറ്റർ ഓടി. ഇത്ര ഓടിയതിൽ വെച്ച് എനിക്ക് പറയാം ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട്, പ്രത്യേകിച്ച് ഇതിൻ്റെ പവറിൻ്റെ ഞാൻ പറയാം. ഞാൻ ഇതിൻ്റെ ടോക്ക് ഫിഗേഴ്സിലോട്ട് ഞാൻ പോകുന്നത് എനിക്കത് 140 150 bhp എന്തോ ഉണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ കാര്യത്തിലോട്ട് നമ്മൾ പോകുന്നില്ല. പോകുന്നതാണ് എൻ്റെ ഫേസ് ലിഫ്റ്റുള്ള വേർഷൻ. ഇത് നമ്മുടെ പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഹൈവേ കൂടെ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആക്സിഡൻറ്റ് നല്ലോണം ചവിട്ടി കൊടുത്താൽ ഒരു ചെറിയ 1 or 2 സെക്കൻഡ് ഒരു ലാഗ് വന്നതിന് ശേഷം പിന്നെ എടുത്തൊരു പോക്കാണ് പോകുന്നത്. അന്നേരമാണ് എൻ്റെ ടേബോ കിക്ക് ചെയ്യുന്നത്. അപ്പം ടേബോയുടെ ആ ഒരു പെർഫോമൻസ് അടിപൊളിയാണ്. ഇങ്ങനത്തെ പെർഫോമൻസ് അല്ല നമ്മൾ റീഫൈൻമെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഹൈവേ കൂടെ ഒരു 60 കിലോമീറ്റർ 60 നമ്മളൊരു 80 km/h സ്പീഡിൽ പോയാലും RPM നിൽക്കുന്നത് 2000 RPM താഴെയാണ് 6 ഗിയറിൽ. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും വണ്ടിയുടെ അടിപൊളി റീഫൈൻമെൻ്റ് ആണ്. നമ്മൾ വലിയ ടയർ നോയ്സോ റോഡ് നോയ്സോ ഈവൻ എൻജിൻ സൗണ്ടൊന്നും വരുത്തേയില്ല. വണ്ടി ഭയങ്കര സൈലൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. വൈബ്രേഷൻ അങ്ങനത്തെ ഒരു കാര്യമില്ല. ഇതൊരു 4 സിലിണ്ടർ വണ്ടിയാണ്. വൈബ്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അടിപൊളിയായിട്ട് റീഫൈൻഡ് ആണ് വണ്ടി. പിന്നെ മൈലേജും അതുപോലെ. ഇപ്പം നമ്മൾ വണ്ടി കുറേ സ്റ്റാർട്ട് ചെയ്ത് ഇട്ടേക്കുന്ന 12 കാണിക്കുവാണ്. സിറ്റിക്കകത്ത് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 11 to 12 പ്രതീക്ഷ മതി. പക്ഷേ ഹൈവേയിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 14 to 15 സുഖമായിട്ട് കിട്ടും. പിന്നെ ലോങ് പോകുന്നതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ MC റോഡിലൊക്കെ അല്ലെങ്കിൽ ലോങ് പോകുന്ന സമയത്ത് 20 വരെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ കാറിൽ 20 വരെ കിട്ടിയിട്ടുണ്ട് അതിൽ. പിന്നെ നമ്മൾ എന്തായാലും വണ്ടി ഓടിക്കുന്ന സ്റ്റൈൽ അനുസരിച്ചിരിക്കും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ റിവ്യൂ ഇടുന്ന ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് നിങ്ങളൊരു സെൽട്ടോസ് നോക്കുവാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. പിന്നെ അത് റിലേറ്റഡ് ആയിട്ടൊന്ന് വേറെ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ബ്രേക്സ് ആണ്. ഇതിലൊരു 4 ബ്രേക്കും ഡിസ്ക് ബ്രേക്കാണ്, 4 ഷാർപ്പ് ബ്രേക്കിംഗ് ഇതിനുള്ളത്. അപ്പോൾ പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്താണ് ഇതിൻ്റെ സസ്പെൻഷൻ. ഇതിൻ്റെ സസ്പെൻഷൻ കാര്യം ആക്ച്വലി എനിക്ക് പ്രോസിലും പറയാനുണ്ട് കോൺസിലും പറയാനുണ്ട്. ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ ഈ സസ്പെൻഷൻ സ്റ്റിഫാണ്. അത് കാരണം ഹൈവേയിൽ ഭയങ്കര സ്റ്റേബിളാണ്. ഈവൻ നമ്മളൊരു കോർണറിൽ കൂടെ എടുത്താലും വണ്ടി നല്ല സ്റ്റേബിളാണ്, കയ്യിൽ നിൽക്കും. അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ള ബോഡി റോൾ ഇല്ല. ബോഡി റോൾ ഒട്ടുമില്ല ഞാൻ പറയുന്നില്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ് ഇതിൻ്റെ ബോഡി റോള്. നമുക്ക് കൈ നിൽക്കുന്ന ഒരു ഫീലുണ്ട്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള എൻ്റെ ഹെഡ്ലൈറ്റ്സ് ആണ്. ഹെഡ്ലൈറ്റ്സ് അത്യാവശ്യം ഡീസൻ്റ് ആണ്. അടിപൊളിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത്യാവശ്യം സ്പ്രെഡുണ്ട്, ത്രോയും ഉണ്ട്. പക്ഷേ ഇതിൽ മിസ് ഔട്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ കോർണറിങ് ലൈറ്റാണ്. നമുക്ക് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഹ്യുണ്ടായി വെർണ ആയിരുന്നു. അപ്പം അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ് കോർണറിങ് ലൈറ്റ്സ്. അത് ഈ ഒരു സെൽട്ടോസിൽ അവർ വെച്ചിട്ടില്ല. പിന്നെ അടുത്തൊരു പ്രോസസ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. അതായത് ഫീച്ചേഴ്സ് ലിസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഉണ്ട്, വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്, 360 പാർക്കിംഗ് ക്യാമറ ഉണ്ട്, ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്, ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്സ് ഉണ്ട്, ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് ഉണ്ട്, ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം ഉണ്ട്, മൂഡ് ലൈറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വാരിക്കൊരു ഫീച്ചേഴ്സ് ഇവർ തന്നിട്ടുണ്ട്. ഈ കിയ അത് പൊതുവേ ഹ്യുണ്ടായി കിയയുടെ കാര്യത്തിൽ അത് അങ്ങനെ തന്നെയാണ്. അതായത് ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് വർക്ക് ചെയ്ത് അങ്ങനെ ഹ്യുണ്ടായി കിയയുടെ പൊതുവേ ഉള്ളൊരു ട്രെൻഡാണ്. അവർ വാരിക്കൊരു ഫീച്ചേഴ്സ് അങ്ങ് കിട്ടും. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ഞാൻ ഉദ്ദേശിച്ചത് ബിൽഡ് ക്വാളിറ്റി അല്ല, ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷാണ്. വണ്ടിയുടെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഭയങ്കര അടിപൊളിയാണ്. എവിടെ നോക്കി നമുക്ക് പാനൽ ഗ്യാപ്സ് ഇല്ല, ഒരു കോക്കി സൗണ്ട്സ് അങ്ങനെ ഒന്നുമില്ല. ഈവൻ ഈ മേളത്തെ ലൈറ്റ്സ് ആണെങ്കിൽ ഒക്കെ പെർഫെക്റ്റ്ലി ബിൽഡ് സ്ട്രോങ് ആയിട്ടാണ്. ബിൽഡ് ക്വാളിറ്റി ഞാൻ പറയുന്നില്ല, അത് നമുക്ക് ഗ്ലോബൽ എൻക്യാപ്പിൽ അറിയാം. ഒരു 3 സ്റ്റാർ ആണ് ഇതിൻ്റെ റേറ്റിംഗ്. പക്ഷേ ഫിറ്റ് ആൻഡ് ഫിനിഷ് വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളി ഫിറ്റ് ആൻഡ് ഫിനിഷാണ് ഈ കാറിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം ഇതിൻ്റെ ക്യാമറയാണ്. പൊതുവേ നമ്മൾ കാണുന്ന ക്യാമറാസ്
ഈ നമ്മൾ കാറിൽ ഇൻബിൽട്ടായിട്ട് സ്റ്റോക്ക് ചെയ്താണ് ക്യാമറാസിൻ്റെ ക്വാളിറ്റി അത്ര പോരാ. ഞാൻ എടുത്ത് പറയുന്ന വേറെ ബ്രാൻഡ്സാണ്. ഇപ്പം ഇതിപ്പോൾ നമ്മൾ ഓണിപ്പോൾ റിയർ വ്യൂ ക്യാമറ, നമ്മളിപ്പോൾ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോഴേക്ക് ഓർ റിവേഴ്സ് ഇടുമ്പോൾ 360 ക്യാമറാസാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. 360 ക്യാമറ ഉണ്ട്. അപ്പം ഇപ്പോൾ തന്നെ നോക്കിയില്ല, ക്ലാരിറ്റി നല്ല റെസൊല്യൂഷനാണ് ഇതിൽ വരുന്നത്. ഈവൻ 360 ക്യാമറ ആണെങ്കിലും ഇതിൻ്റെ 4 ക്യാമറാസിന് അത്യാവശ്യം നല്ല റെസൊല്യൂഷൻ ഉണ്ട്. പിന്നെ അതേപോലെ വേറൊരു കാര്യം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, ഇവിടെ നമുക്ക് സ്പീഡോമീറ്ററിൽ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇൻഡിക്കേറ്റർ കൊടുത്താൽ അതായത് കണ്ടോ, ഇവിടെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ഓണായി. അപ്പം അതും ഒരു നല്ലൊരു ഫീച്ചറാണ്. ആൻഡ് ക്വാളിറ്റി, അതിൻ്റെ ക്വാളിറ്റി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. ഇതിൻ്റെ തന്നെ ബോസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് വരുന്നത്. 8 സ്പീക്കേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ സബ് വൂഫറും ഉണ്ട്, ആംപ്ലിഫയറും ഉണ്ട്. സൗണ്ട് ക്വാളിറ്റി അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്യുക കോപ്പിറൈറ്റ് അടിക്കും എന്നാണ്. അപ്പം സൗണ്ട് ക്വാളിറ്റി അടിപൊളിയാണ്. പ്രത്യേകിച്ച് ബോസിൻ്റെ സ്പീക്കർ സിസ്റ്റം ആകുമ്പോൾ അടിപൊളിയാണ്. നല്ല ബാസും ഉണ്ട്, നല്ല ട്രബിളൊക്കെ അടിപൊളിയാണ്. പിന്നെ രാത്രി ഓടിക്കുന്ന സമയത്ത് മൂഡ് ലൈറ്റിംഗ് കൂടെ ഉള്ളപ്പോഴേക്ക് കുറച്ചും കൂടി വൈബാണ് വണ്ടി ഓടിക്കാൻ. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ സ്പേസ് ആണ്. നമ്മൾ ബാക്ക് സ്പേസ്, ഇപ്പം ഞാൻ ഇരിക്കുമ്പോഴേക്ക് പുതിയ സീറ്റ് നല്ല ബാക്കിലോട്ട് ഇട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ആയാലും ബാക്കിലിരിക്കുന്ന ആൾക്ക് നല്ല സ്പേസ് ഉണ്ട്. ആൻഡ് ഈവൻ ബൂട്ട് സ്പേസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ലഗേജ് ഒക്കെയുള്ള ബൂട്ട് സ്പേസും ഉണ്ട്. ഓവറോൾ ഒരു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വേരിയൻറ്റ് GTX ആണ്. അപ്പോൾ GT ലൈൻ വരുന്ന ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആയിരുന്നു. ഇപ്പോഴത്തേലും എനിക്ക് വന്നൊരു ബ്ലാക്കും ചെറിയൊരു ബേജും കൂടെയാണ് വരുന്നത്. അന്നേരം GTX-ന് അതിൻ്റെ ബ്ലാക്ക് ഇൻറ്റീരിയറും ബാക്കി ടെക്ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ബേജ് ആൻഡ് ബ്ലാക്ക് ആൻഡ് മിക്സ് ആണ് വരുന്നത്. ഈ ബ്ലാക്ക് കളർ ആകുമ്പോൾ ഒരു ചെറിയ ക്ലോസ്ട്രോഫോബിക് ഫീൽ ഉണ്ട്. പക്ഷേ ഓവറോൾ ആ ബേജ് വരുമ്പോഴേക്കാണ് സാധനം ആ ഒരു സ്പേഷ്യസിൻ്റെ അത് മനസ്സിലാവുന്നത്. പിന്നെ ഇതിൽ സൺറൂഫ് ഉണ്ട്. നമുക്ക് ഇപ്പോഴത്തെ ഫേസ് ലിഫ്റ്റ് മോഡലിൽ പാനറോമിക് സൺറൂഫ് ഉണ്ട്. പിന്നെ വേറെ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട വെച്ചാൽ സർവീസാണ്. ഒബ്വിയസ്ലി ഹ്യുണ്ടായി കിയ പൊതുവേ സർവീസിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ലതാണ്. ഞാൻ ഈ കാർ എടുത്ത NCS ഓട്ടോമൊബൈലിൽ നിന്നായിരുന്നു. അപ്പോൾ ഒരു 2 to 3 years ആയപ്പോഴേക്ക് ഈ NCS ഓട്ടോകോപ്പ് കംപ്ലീറ്റ്ലി അടച്ചുപൂട്ടി. അവർക്ക് എൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നിട്ട് ആ ഒരു ഷോറൂം കംപ്ലീറ്റ്ലി അടച്ചു പൂട്ടിയായിരുന്നു. അതിനുശേഷം ഞാൻ ഈ വണ്ടി കൂടുതൽ കൊണ്ടുപോയി ഇവിടെ ഓട്ടോമോട്ടീവ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇത് പൂട്ടിയ ടൈമിലായപ്പോഴേക്കും ഭയങ്കര പ്രശ്നമായിരുന്നു ആക്ച്വലി. പ്രത്യേകിച്ച് സർവീസിനൊക്കെ വേണ്ടിയാണെങ്കിൽ നമ്മൾ ഒരു മാസം മുമ്പേ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. പിന്നെ ഇവരിപ്പോൾ ഇവിടെ തന്നെ ഇൻഷോൺ കിയയും കൂടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ടോട്ടൽ 2 കിയ ഉണ്ട് ഇവിടെ ട്രാൻഡത്ത്. 2 കിയയുടെ ഷോറൂം ഉണ്ട്. അത് കാരണം ഇപ്പം അത്യാവശ്യം നല്ലോണം സർവീസ് നടക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി കൊടുത്ത് കിട്ടുന്നവരെയുള്ള എല്ലാ കാര്യവും കറക്റ്റായിട്ട് അപ്ഡേറ്റ് നമുക്ക് മെസ്സേജായി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിത്രയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ. ഇനി അടുത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതിൽ ആദ്യം എനിക്ക് പറയുള്ളത് ഈ സ്ക്രീനിൻ്റെ ഒരു ചെറിയൊരു കാര്യം തന്നെയാണ്. ഇതിൽ ഈ സ്ക്രീനിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാവുന്നൊരു ഇഷ്യൂ ഉണ്ട്. അത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമ്പോഴേക്കോ അങ്ങനെയൊന്നും ഇല്ല. ചിലപ്പോൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താലും ഇല്ലെങ്കിലും ആ ഒരു സ്റ്റക്ക് കാണും. സ്റ്റക്ക് ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് സ്ക്രീൻ ഫ്രീസാവുന്ന വെച്ചാൽ നമ്മൾ റിവേഴ്സ് ഇട്ട റിവേഴ്സ് ക്യാമറ പോലും വരത്തില്ല. ആ ഒരു അവസ്ഥയാണ്. അത് എനിക്ക് 2-3 പ്രാവശ്യമായിട്ടുണ്ട്. ഞാൻ കിയെ കൊണ്ട് കാണിച്ചു, അവർ 3-4 വട്ടം സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ടും ആ ഒരു ഇഷ്യൂ എൻ്റെ കാറിൽ റിസോൾവ് ആയിട്ടില്ല. അപ്പം അത് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, അതും ഈ ഒരു സിസ്റ്റത്തിന് റിലേറ്റഡ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്. പക്ഷേ രണ്ടും വയർഡാണ്, വയർലെസ് അല്ല. പക്ഷേ കോമഡിയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ട് താഴെയുള്ളത് ഈ ടെക്ലൈൻ വരുന്ന വേരിയൻസിനൊക്കെ ഇതിന് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഉണ്ട്. പക്ഷേ ഈ ഒരു വേരിയൻറ്റിലൊക്കെ ടോപ്പ് വേരിയൻസിലൊക്കെ വയർഡാണ്. അത് ഇപ്പോഴത്തെ മോഡലും സെയിം സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നത്. ഈ ഹ്യുണ്ടായിയുടെ ക്രെറ്റയിലും ആ ഒരു സെയിം സിറ്റുവേഷൻ ആണ്. എനിക്കൊന്ന് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ആയ 2-zone ആ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. അത് എന്തുകൊണ്ട് എനിക്കൊന്ന് ആ ഒരു സിസ്റ്റത്തിൻ്റെ എന്തോ UIO എന്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ വേറെ കാര്യം എനിക്ക് പറയുള്ളത് വെച്ചാൽ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൽ പാനറോമിക് സൺറൂഫ് ഇല്ല. ഇത് ഇറങ്ങിയ സമയത്ത് ക്രെറ്റയൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ട്. ഇത് ആദ്യം 2018-19 എന്താ ഇവർ ലോഞ്ച് ചെയ്തപ്പോഴേക്ക് അന്നേരം ഇത് ബെസ്റ്റ് ആയിരുന്നു. ഈ സെഗ്മെൻറ്റിൽ ഇത്രയും ഫീച്ചേഴ്സ് ആയിരുന്നു വേറെ വണ്ടി ഇല്ലായിരുന്നു. പിന്നെ ഇവർ കോമ്പറ്റീഷൻ കൂടിയ സമയത്ത് ഈവൻ ആ സമയത്ത് ക്രെറ്റയൊക്കെ ആ സമയത്ത് അവർ പാനറോമിക് സൺറൂഫ് വെച്ചിറക്കി. അന്നേരം ഈ കാറ് സ്റ്റിൽ സൺറൂഫ് വെച്ചായിരുന്നു, ഈ ഒരു ചെറിയ സൺറൂഫ് വെച്ചായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. വാസ്തവത്തിൽ ആ സമയം കൊണ്ടെങ്കിൽ അവർ ഇടയ്ക്ക് ചെറിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നായിരുന്നു ഇപ്പോഴത്തെ ഫേസ് ലിഫ്റ്റിന് മുമ്പ്, അതായത് ഈ ലോഗോ ചേഞ്ച് ചെയ്ത സമയത്ത്. അന്നേരം ഇവർക്ക് വാസ്തവത്തിൽ പാനറോമിക് സൺറൂഫ് ആഡ് ചെയ്യാമായിരുന്നു എന്നൊരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു അപ്ഡേറ്റ് വരുന്ന സമയത്തായിരുന്നു ഇതിൻ്റെ GTX-ന് ബ്ലാക്ക് ഇൻറ്റീരിയറും പുതിയ കിയ ലോഗോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സസ്പെൻഷൻ്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ നേരത്തെ ഹൈവേ സ്റ്റെബിലിറ്റി പിന്നെ കൺട്രോൾഡാണ് ബോഡി റോള്. ഇഷ്ടപ്പെടാത്ത കാര്യം എന്തായാലും സസ്പെൻഷൻ വെച്ചാൽ നമ്മൾ സിറ്റിക്കകത്ത് ലോ സ്പീഡിൽ പോകുമ്പോഴേക്ക് റൈഡ് ക്വാളിറ്റി അത്ര ബെറ്റർ അല്ല. നമ്മൾ ചെറിയ കുഴിയിലും ചെറിയ കല്ല് കയറിയിലും ഈവൻ എന്ത് ചെയ്യണം ഇൻഡിക്കേറ്റർ പോലും ഇടാതെ ഈവൻ നമ്മൾ ഈ ഹൈവേ കൂടെ പോകുമ്പോൾ എക്സ്പാൻഷൻ ജോയിൻസിലും ഈ റംബ്ലേഴ്സിന് പുറത്ത് കയറാൻ ഭയങ്കരമായിട്ടാണ് കാറിനകത്ത് അതിൻ്റെ ഒരു അടി വരുന്നത്. അത് നമുക്ക് ഭയങ്കര എവിഡൻ്റ് ആണ് ആ ഒരു പ്രശ്നം. അത് സസ്പെൻഷൻ്റെ കാര്യത്തിൽ ഇഷ്ടപ്പെടാത്ത. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു
പിന്നെ വേറൊരു കാര്യം എനിക്ക് ചെറുതായിട്ട് ഒരു ഇതായിട്ട് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് കാണാൻ പറ്റുന്ന എനിക്കറിയില്ല, ഇതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾസിൽ ഈ ബട്ടൺസിൻ്റെയൊക്കെ പെയിൻറ്റ് പോയി. ഇവിടെയൊക്കെ ഇത് ഫുൾ ക്രോമായിരുന്നാണ്, ഇപ്പോൾ ഇത് ബ്ലാക്കായി. ക്വാളിറ്റി എനിക്ക് ആകെ ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്ത് ഈ ഒരു പാർട്ട് മാത്രമായിരുന്നു. സ്റ്റിൽ ഈ ലോങ് റണ്ണിൽ വെച്ച് ഇതിൻ്റെ പെയിൻറ്റ് പോകുന്ന വെച്ചാൽ അത്രത്തോളം ഒരു സുഖമായിട്ടുള്ള കാര്യമില്ല. പ്രത്യേകിച്ച് ഈ കാർ നമുക്ക് ഓൺ റോഡ് 21 lakhs ആയിരുന്നു. അപ്പോൾ 21 lakhs കാറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നൊരു സംഭവം അല്ല അത്. പിന്നെ വേറെ കാര്യം, അത് ഞാൻ നിറ്റ്പിക്ക് ചെയ്തെടുത്തതാണ്. അതായത് ഇതിൻ്റെ ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് വരുന്നില്ല. ഈ കാറിൽ ഞാൻ നേരത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ആ ഒരു സംഭവം കൊണ്ട് മിസ് ഔട്ട് ചെയ്തു. അങ്ങനെ കൊണ്ടുവന്നെങ്കിൽ അത് ആ ഒരു സംഭവം കൊണ്ട് വെച്ചിരുന്നെങ്കിൽ അവർക്ക് സ്മാർട്ട് ട്രങ്ക് എന്നൊരു ഫീച്ചർ കൊണ്ടുവരാം. അത് ഹ്യുണ്ടായുടെ വേർണയിലുള്ളൊരു ഫീച്ചറാണ് സ്മാർട്ട് ട്രങ്ക്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ സ്ലോ സ്പീഡിൽ സ്റ്റിയറിങ് നമ്മൾ തിരിക്കാൻ വേണ്ടി ഭയങ്കര ലൈറ്റാണ്. പക്ഷേ ഹൈവേയിൽ സ്പീഡ് ഗെയിൻ ചെയ്തതനുസരിച്ച് സ്റ്റിയറിങ്ങിന് അത്യാവശ്യം ഇത്തിരി വെയിറ്റ് ഉണ്ട്. എന്നാലും ഭയങ്കരമായിട്ട് നമ്മുടെ ഫോക്സ് വാഗൻ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് ഒരു ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഇല്ല. പക്ഷേ കുഴപ്പമില്ല, ഒരു ഹൈവേയിലൊക്കെ പോകുമ്പോഴേക്ക് അത്യാവശ്യം വെയിറ്റ് കിട്ടുന്നുണ്ട് സ്റ്റിയറിങ്ങിന് വേണ്ടി. നമ്മൾ ഈവൻ സിറ്റിക്കകത്ത് പോകുമ്പോഴേക്കാണ് ഇതിന് ഏറ്റവും ബെനിഫിറ്റ്. സിറ്റിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്മൂത്താണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെടാത്ത വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ അത് ഫീച്ചേഴ്സിലുള്ള മൂഡ് ലാമ്പ് എന്നൊരു ഫീച്ചറുണ്ട്. ആ ഒരു ഫീച്ചർ ഫ്രണ്ടിലെ 2 ഡോറിൽ മാത്രമേ വരുന്നുള്ളൂ. അതായത് ഈ സ്പീക്കേഴ്സിൻ്റെ അവിടെ നിന്ന് എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ഇവിടെ ലൈറ്റ് വരുന്നത്. ഈ ലൈറ്റ് ഈ ഡോറിൻ്റെ സ്പീക്കേഴ്സിൻ്റെ അവിടെ ഉള്ളൂ. പക്ഷേ ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മൂഡ് ലാമ്പ് എന്ന്. അതാണ് അവർ ഇവിടുത്തെ ആംബിയൻ ലൈറ്റായിട്ട് വെച്ച് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയയിൽ ഒരു റെഡ് ലൈറ്റും കൂടെ വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. എന്നാൽ ഈ റെഡ് ലൈറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് 7 കളേഴ്സ് ഉണ്ട് നമുക്ക് മാറ്റാൻ പറ്റിയത്. പക്ഷേ അവിടുത്തെ കളർ നമ്മൾ മാറ്റാൻ പറ്റില്ല, റെഡ് തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. പക്ഷേ ഇവിടുത്തെ ലൈറ്റ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ താഴോട്ടടിക്കത്തേ ഉള്ളൂ. അത് ആണ് എനിക്ക് ഡ്രോബാക്ക് ആയി ഫീൽ ചെയ്തത്. വാസ്തവത്തിൽ ഇവർ ഒരു നല്ലൊരു ആംബിയൻ ലൈറ്റ് കൊടുത്ത് കളർ ചേഞ്ച് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 7 കളേഴ്സ് തന്നെ ആയിക്കോട്ടെ. ആ 7 കളേഴ്സ് നമുക്ക് ഫുൾ ആംബിയൻ ലൈറ്റ് ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു അടിപൊളി ഫീച്ചർ ആയിരുന്നു എനിക്കൊരു ഫീൽ ചെയ്തായിരുന്നു. അപ്പം ഓവറോൾ ഇതായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന, എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങൾ ഈ കഴിഞ്ഞൊരു 3-3.5 വർഷം കൊണ്ട് സെൽറ്റോസ് നമ്മൾ ഓടിച്ചതിന് ശേഷം. ഒറ്റ ഒരു വേർഡിക്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അടിപൊളി ചോയ്സ് തന്നെയാണ്. ക്രെറ്റേനെ കാറ്റി ഇത് പ്രിഫർ ചെയ്യണം എന്താണെന്ന് ചോദിച്ചാൽ, ടർബോ പെട്രോൾ ടോപ്പ് ആൻഡ് വേരിയൻ്റ് മാനുവൽ ഗിയർ വേണമെന്നുണ്ടെങ്കിൽ അത് സെൽറ്റോസിന് മാത്രമേ ഉള്ളൂ. ക്രെറ്റയിൽ ടോപ്പ് ആൻഡ് വേരിയൻ്റ് സൺസ്പീഡ് DCT ആണ് വരുന്നത്. അപ്പം ഇത് ഇത്രയായിരുന്നു എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ. പിന്നെ മെയിൻ്റനൻസ് സൈഡ് വെച്ച് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ സർവീസൊക്കെ ഏറെക്കുറെ ഒരു 8,000-12,000 ആണ് പെർ സർവീസ് മാത്രമാവുന്നത്. പ്ലസ് അല്ലാണ്ട് ചിലപ്പോൾ അങ്ങോട്ട് പാർട്സ് മാറുന്നതനുസരിച്ച് വില അങ്ങോട്ട് കൂടുതലായിരിക്കും. മിനിമം 8,000-12,000 അകത്ത് സർവീസ് കോസ്റ്റ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ടയർസിൻ്റെ കോസ്റ്റ് ഇതിൽ സ്റ്റോക്ക് വരുന്ന JK ടയർസാണ്. ഒരു ടയറിന് 5,500 ആണ് വരുന്നത്. അപ്പോൾ 4 ടയറും കൂടെ മാറുമ്പോഴേക്ക് ഓൾമോസ്റ്റ് നമുക്കൊരു 20,000-23,000 എന്തോ ആവുന്നുണ്ട്. എനിക്ക് അല്ലാണ്ട് റീപ്ലേസ്മെൻ്റ് ആയിട്ട് കാറിൽ വന്നതെന്ന് വെച്ചാൽ, ഇതിൽ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൻ്റെ ചുറ്റും ഒരു റബ്ബറുണ്ട്. ആ റബ്ബർ ഒരിക്കൽ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബട്ടൻ്റെ ആ റബ്ബർ മാത്രമേ എനിക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് കണ്ടുള്ളൂ. അല്ലാണ്ട് ഒരു ഒറ്റ പാർട്ട് എനിക്ക് ഈ കാറിൽ റീപ്ലേസ് ചെയ്യാൻ, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ അല്ലാണ്ട് വേറെ മേജറായിട്ട് റീപ്ലേസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പം ഓവറോൾ നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടും ഒരു അടിപൊളി കാറാണ്. എനിവേസ് നമ്മുടെ ഈ കാർ ഓൾമോസ്റ്റ് സെയിലായി. ഞാൻ നേരത്തെ പറഞ്ഞോളൂ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ വേറെ ആളുടെ കയ്യിലായിരിക്കും. അപ്പം അവസാനമായിട്ട് ഇവനൊന്ന് പറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പം നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും, ഓർ മേ ബി ലാസ്റ്റ് വീഡിയോ ഞാൻ വണ്ടി കൊടുക്കുന്ന വീഡിയോ ആയിരിക്കും ലാസ്റ്റ് വീഡിയോ. പക്ഷെ ഞാനായിട്ട് ഈ കാർ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഒരു ലാസ്റ്റ് വീഡിയോ ആയിരിക്കും നമ്മുടെ സെൽറ്റോസിൽ. പക്ഷേ എനിക്കറിയാം, ഞാൻ സെൽറ്റോസിൻ്റെ അധികം വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല. പക്ഷേ സ്റ്റിൽ വണ്ടി എടുത്ത സമയത്ത് വണ്ടിയുടെ ആദ്യത്തെ 1-2 വീഡിയോസൊക്കെ ഉണ്ട്. പിന്നെ അതുതന്നെയായിരുന്നു മേജറായിട്ടുണ്ടായിരുന്നത് സെൽറ്റോസിൻ്റെ വീഡിയോസ്. ഓക്കെ, അപ്പം ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. നിങ്ങൾക്ക് ഇതൊക്കെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുമോ, എന്തെങ്കിലും ഡൗട്ട്സോ കമൻറ്റ്സോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് എനിക്ക് ഇൻബോക്സ് ഇടാം. അപ്പം അവസാനമായിട്ട് ഇവനൊന്ന് പറപ്പിക്കാം.